അതുപോലെ ഈ ഒരു സ്റ്റെൻസിൽ വർക്ക് ചെയ്തത് നമ്മൾ പൊതുവെ അങ്ങനെ കാണാറില്ല. ടെക്സ്റ്റൈൽ ഡിസൈൻസ് കാണാറുണ്ട്. അതില് ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? അത് ചെയ്തു കൊടുക്കും. വീടുകളെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കായിട്ട് അതിമനോഹരമായി ചെയ്തൊരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഹൈസം വ്ലോഗ് എത്തിയിട്ടുള്ളത്. 7 സെന്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റിൽ യൂസഫ് നദീറ ദമ്പതികൾക്ക് വേണ്ടി നിർമ്മിച്ച ഈ ഒരു വീടിന്റെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ നിങ്ങൾക്ക്? നമ്മുടെ ഈ മനോഹരമായ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് തിരൂരാണ് കേട്ടോ. വീടിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യത്തിലേറെ തന്നെ മുറ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കോമ്പൗണ്ട് വോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോമ്പൗണ്ട് വോളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ പൊതുവെ കാണുന്ന കോമ്പൗണ്ട് വോളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറഞ്ഞ ബഡ്ജറ്റിനും അതുപോലെ തന്നെ കുറഞ്ഞ സമയത്തിനും ടാറ്റ വയറോണ്ട് 3D വെൽഡ് മെഷ് വെച്ചിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്കും കോമ്പൗണ്ട് വോൾ സെറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാട്ടോ. ഇനി വീടിന്റെ എക്സ്റ്റീരിയർ ലുക്കിലോട്ട് വരാണെങ്കിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ അടിപൊളി ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സ്ലോ പ്രൂഫ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. മെയിൻ ആയിട്ട് ഒരു ഓഫ് വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിലാണ് കേട്ടോ വീടിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു ഓപ്പൺ സിറ്റ് ഔട്ട് ആണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുക. അതിനോട് ചേർന്ന് തന്നെ ആ നടുക്കായിട്ടുള്ള ആ ഒരു ഭാഗത്ത് നല്ല ഭംഗിയിൽ ഒരു ഗാർഡൻ ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ജിഐയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള റെയിലിംഗ് കൂടി കൊടുത്തത് കാണാവേ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ട് നോക്കാട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലിയൊരു സ്പേസിലാണ് സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പിന്റെ ഭാഗത്തും സിറ്റ് ഔട്ടിന്റെ ബോർഡറിന്റെ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ലപ്പോത്ര ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ ഇതുപോലെ വുഡിന്റെ 3 ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ വരുന്ന ഒരു ടീ ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയല്ലേ. അതിനായിട്ട് ആദ്യം നമ്മുടെ മെയിൻ ഡോറിലോട്ട് വരാണെങ്കിൽ തേക്കിന്റെ വുഡിൽ അതിമനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ ഈ ഒരു മെയിൻ ഡോർ സെറ്റ് ചെയ്തിട്ടുള്ളത്. 4 വരുന്ന രീതിക്കാണ് വരുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇതിൽ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലിന്റെ വലിയൊരു ബ്ലാക്ക് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്മാർട്ട് ലോക്ക് ആണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മളിതേ അകത്തെത്തിയിട്ടുണ്ട് കേട്ടോ. എക്സ്റ്റീരിയർ പോലെ തന്നെ നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ ഇന്റീരിയറും ചെയ്തിട്ടുള്ളത്. വീടിന്റെ ഓരോ ഭാഗവും നല്ല ഭംഗിയായിട്ടാണ് അല്ലേ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഈ ഒരു വീട് ഇത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളത് ഫ്ലവേഴ്സ് കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ. ഈ ഒരു ടീമിന്റെ വീട് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിനും ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഒരുപാട് നല്ല എൻക്വയറീസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ വീട് ചെയ്ത് നമ്മുടെ ഫ്ലവേഴ്സ് കൺസ്ട്രക്ഷന്റെ എഞ്ചിനീയർ നമ്മളെ കൂടെ ഉണ്ട്. ആളോടൊന്ന് സംസാരിക്കില്ലേ? വീടൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഞാൻ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം വേറെ ഒന്നുമല്ല, ഇതിന്റെ ഇപ്പൊ ഈ ഒരു വീടിന്റെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഇതുവരെയുള്ള ഒരു ജേണി ഒന്ന് പറയാമോ? എങ്ങനെയാണ്, അതായത് ഹൗസ് ഓണറിന്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഒക്കെ ഇഷ്ടത്തിനാണ് മൊത്തത്തില് സഹകരണത്തിലാണോ ചെയ്തത്? ഇതൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ വീട് നമ്മളെ ഓണർ തന്നെയാണ്, അതായത് നമ്മളെ കൺസ്ട്രക്ഷന്റെ ഓണർ തന്നെയാണ് വീട്. പിന്നെ ഇതെല്ലാം നമ്മൾ ടൈൽ ആയിക്കോട്ടെ എല്ലാം നമ്മൾ തന്നെ പോയി പർച്ചേസ് ചെയ്തതാണ്. മാർബിള് നമ്മള് രാജസ്ഥാനിൽ കൊടുക്കുന്നതാണ്. അതുപോലെ പിന്നെ മര ആയിക്കോട്ടെ എല്ലാം നമ്മൾ തന്നെ പോയി പർച്ചേസ് ചെയ്തിട്ടെടുത്താണ്. അതുപോലെ നമ്മളെ ഫർണിച്ചേഴ്സ് ഒക്കെ നമ്മൾ തന്നെ പിന്നെ കസ്റ്റം ചെയ്ത് ഉണ്ടാക്കിയ ടേബിൾ ആയിക്കോട്ടെ സോഫ പിന്നെ എല്ലാം മൊത്തത്തിൽ നമ്മളൊരു ഐഡിയക്ക് തന്നെയാണ് ഇത് മൊത്തം ചെയ്തിട്ടുള്ളത്. അതുപോലെ ടോട്ടൽ ഇപ്പൊ ഈ ഇന്റീരിയർ ചെയ്യാൻ ഏകദേശം എത്ര ബഡ്ജറ്റ് വന്നിട്ടുണ്ടാവും? 15 ലക്ഷം രൂപ ആയിട്ടുണ്ടാവും. ഇൻക്ലൂഡ് ആണ്. ഫർണിച്ചേഴ്സ് ഇല്ലാണ്ട് ഈ കർട്ടനും ബാക്കിയുള്ള വർക്കൊക്കെ അല്ലേ. അതുപോലെ ഈ ഒരു സ്റ്റെൻസിൽ വർക്ക് ചെയ്തത് നമ്മൾ പൊതുവെ അങ്ങനെ കാണാറില്ല. ടെക്സ്റ്റൈൽ ഡിസൈൻസ് കാണാറുണ്ട്. അതില് ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? അത് ചെയ്തു കൊടുക്കും. ഡോറ് തുറന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് എൽ ഷേപ്പിലായിട്ട് നല്ല ഭംഗിയായിട്ട് സോഫ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ലിവിംഗ് ഏരിയന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഫർണിച്ചേഴ്സ് ഒക്കെ ആയാലും ഭയങ്കര ആർഭാടത്തിലല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് നല്ല മിനിമൽ ആയിട്ടുള്ള ലുക്കിലാട്ടോ വരുന്നത്. എങ്കിലും ലിവിംഗ് ഏരിയക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ടേ.
ഇനി ഇവിടെ ഷോളായിട്ട് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ടെക്സ്റ്റർ ഡിസൈൻ കൊടുത്തിട്ട് അതിലായിട്ട് ഇതുപോലെ സ്റ്റെൻസിൽ വർക്കാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു ഷോളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതേ വർക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇത് നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കണ്ട ഒരു വിൻഡോ ആണ് കേട്ടോ. ഇവിടെ ഈ ഒരു കളർ തീമിനോടൊക്കെ മാച്ച് ആക്കിക്കൊണ്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ലിവിംഗിന്റെ സീലിംഗിലായിട്ട് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് ലൈറ്റ്സ് കൂടാതെ ഇവിടെ ഈ കോർണറിലായിട്ട് നോക്കിയാൽ നീളത്തിൽ ഇതുപോലെ ലൂവർ ഡിസൈൻ കൂടി കാണാവേ. നമ്മൾ ഡോർ തുറന്നിട്ട് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വോളാണ് കേട്ടോ ഇത്. ഇതിലായിട്ടും ഈ ഒരു സ്റ്റെൻസിൽ ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിലായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഒരു CNC ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ലൈറ്റ് ഒക്കെ വന്നപ്പോൾ മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോക്കുന്നതിന്റെ മുന്നായിട്ട് സ്ട്രക്ചർ ഒന്ന് നോക്കാം കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഫോമൽ ലിവിംഗ് ഏരിയ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റെയർ വരുന്നുണ്ട്. സ്റ്റെയറിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ വാഷ് ഏരിയ വരുന്നുണ്ട്. അതേപോലെ കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഒരു കിഡ്സ് ബെഡ്റൂമും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമ്മളിത് ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ ആയിട്ടാണ് ഒരു ഫാമിലി ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ ഇവിടെ ആയിട്ട് നമ്മുടെ കിച്ചൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്കെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കില്ലേ. നമ്മുടെ ബെഡ്റൂം നമുക്ക് കാണാം കേട്ടോ. അതിന് മുന്നായിട്ട് നമ്മൾ വരുന്നത് നമ്മുടെ ഫാമിലി ലിവിംഗിൽക്കാണ്. ലിവിംഗിൽ കണ്ട പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സോഫ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് സൂപ്പർ കംഫർട്ട് ആയിട്ട് ഇവർ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ. ഇതൊന്നല്ല കേട്ടോ, ഇവിടെ എന്നെ അട്രാക്ട് ചെയ്തത് ഈ വോളായിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റെൻസിൽ വർക്കാണ് കേട്ടോ. ടെക്സ്റ്ററിൽ ഈ ഒരു കളർ തീമിൽ ഈ ഒരു സ്റ്റെൻസിൽ കൂടി വന്നപ്പോൾ ഈ ഒരു ഏരിയക്ക് അത് പ്രത്യേക ലുക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. ആ ഒരു വുഡൻ ഫ്രെയിം കൂടി മൊത്തത്തിൽ വന്നപ്പോൾ ആ ഒരു ഏരിയ റിയലി അമേസിംഗ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് TV ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെ TV യൂണിറ്റിനുള്ള സെപ്പറേറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഒരു ബുക്ക് ഷെൽഫും വരുന്നുണ്ട്. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഇതുപോലെ മാർബിൾ ആണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിനി നമ്മുടെ ഡൈനിങ് ഏരിയ നോക്കില്ലേ. ഇവിടെ വരികയാണെങ്കിൽ 10 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ അത്യാവശ്യം വലിയൊരു ടേബിൾ ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതുവരെ കസ്റ്റമൈസ് ചെയ്യിച്ചതാണ്. ഒപ്പം ഇതുപോലെ കുഷനൊക്കെ വരുന്ന നല്ല അടിപൊളി ചെയർസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടേബിൾ ടോപ്പിലായിട്ട് നോക്കിയാൽ ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് കേട്ടോ വരുന്നത്. ഇവിടെ ഈ ഒരു സീലിംഗിന്റെ ഭാഗം വന്നിട്ട് ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു സ്ലോ പ്രൂഫ് ആയിട്ടുള്ള ആ ഒരു ഏരിയ ആണ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ കൊടുത്തിട്ടുള്ള ഈ ഒരു സീലിംഗ് ലൈറ്റ് ആണ് കേട്ടോ. ഈ ഒരു ലൈറ്റിന്റെ ഭംഗി ഉണ്ടല്ലോ, അത് ഇതിൽ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. ശരിക്കും കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അവിടെ സീലിംഗ് ആ സ്ലോപ്പ് ആയിട്ട് വരുന്ന ഏരിയ അല്ലേ, അവിടെയൊക്കെ റൂഫ് ടൈല് കൊടുത്തിട്ട് അതിലായിട്ട് ഈ ലൈറ്റ് കൂടെ വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവിടുത്തെ ബാക്കി വേസ്റ്റ് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ട് നല്ലൊരു അടിപൊളി വുഡൻ ഫ്രെയിം കൂടി ഇവിടെ വോളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിംഗും ഇല്ലേ നമ്മൾ ലിവിംഗിൽ കണ്ടില്ലേ, അതേപോലെ തന്നെ ആ ഒരു വുഡൻ ലൂവറൊക്കെ കൊടുത്തിട്ട് ലൈറ്റ്സ് ഒക്കെ വന്നിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഡൈനിങ് ഏരിയന്റെ സീലിംഗ് പോലെ തന്നെയാണ് ഫാമിലി ലിവിംഗിന്റെ ആ ഒരു സീലിംഗും ഡബിൾ ഹൈറ്റിൽ തന്നെയാണ്. അപ്പൊ നമുക്കിനി നമ്മുടെ വാഷ് ഏരിയ ഒക്കെ നോക്കല്ലേ. അതിനായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പല്ലേ ഇവിടെ ജസ്റ്റ് സ്റ്റെപ്പ് 1 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് കേട്ടോ ഇവിടുന്ന് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഡൈനിങ് ഏരിയ ഒക്കെ കണ്ടില്ലേ, ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് കേട്ടോ ഇവിടെ നമ്മുടെ ഈ ഒരു വാഷ് ഏരിയന്റെ വോളൊക്കെ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ഇവിടുത്തെ ഈ ഒരു PVC ലൂവർ ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആ പോർഷനിൽ ഈ ഒരു ലൂവറും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ടൈലും വിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിട്ട് അതിലായിട്ട് വൈറ്റ് കളറിൽ നല്ലൊരു വാഷ് ബേസിൻ ആണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. താഴെ ഇതുപോലെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ടോയ്ലറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കുഞ്ഞു സ്പേസിലാണ് കേട്ടോ വരുന്നത്. നമ്മുടെ വാഷ് ബേസിന്റെ ഭാഗത്ത് ഒരു സ്റ്റെപ്പ് താത്തി ഫ്ലോർ ചെയ്ത പോലെ തന്നെ ഒരു സ്റ്റെപ്പ് കൂടെ താത്തിയിട്ടാണ് കേട്ടോ ബാത്റൂം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി ബെഡ്റൂം നോക്കുന്നതിന് മുന്നായിട്ട് ഞാനൊരു ടാറ്റ വയറോന്റെ 3D വെൽഡ് മെഷ് കോമ്പൗണ്ട് വോളിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതൊന്ന് പറഞ്ഞുതരാട്ടോ. ഈ ഒരു 3D വെൽഡ് മെഷ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? എങ്കിലേ നിങ്ങൾ വരും, ഞങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാട്ടോ. നമ്മളിപ്പോ നിൽക്കുന്നതേ മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലാണ് കേട്ടോ. നമ്മുടെ ടാറ്റ വയറോന്റെ 3D വെൽഡ് മെഷ് യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സൈറ്റിലാണ് ഇപ്പൊ ഉള്ളത്. ഫ്യൂച്ചറിൽ നല്ലൊരു പ്രൊജക്ട് വരാൻ പോവാണ് കേട്ടോ ഇവിടെ. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഇവിടെ നമ്മുടെ 3D വെൽഡ് മെഷ് യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഒരു വോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണണ്ടേ നമുക്ക്? ഇപ്പൊ മെയിൻ ആയിട്ട് എഞ്ചിനീയേഴ്സ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വോളാണ് കേട്ടോ ഇത്. കാര്യം വേറെ ഒന്നുമല്ല, ഇതിനൊരു പ്രത്യേകത പറയുകയാണെങ്കിലേ സമയം കുറവാണ്, അതുപോലെ തന്നെ ചെലവും കുറയാണ്. എന്നാലോ നല്ല അഫോർഡബിൾ റേറ്റിന് നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇത് വരുന്നത്. നല്ല ഫ്ലെക്സിബിൾ ആണ് കേട്ടോ, നല്ല ഉറപ്പുണ്ട്. ഇത് നമുക്കില്ലേ ഇവിടെ നിന്ന് എടുത്തിട്ട് മറ്റൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റും. എന്നാണ് നമ്മൾ മാറ്റി വെച്ചുകൊടുത്തൊന്ന് പൊളിഞ്ഞു വീഴുക അങ്ങനെ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത്രയും ഉറപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നല്ല ഡ്യൂറബിൾ ആണ്. ഒരുപാട് കാലം തുരുമ്പ് പിടിക്കാതെ ഇത് നിലനിൽക്കുകയും ചെയ്യൂട്ടാ.
അപ്പൊ നമുക്ക് വീടും സ്കൂളും പാർക്കും ഒന്നും മാത്രമല്ല കേട്ടോ, നമുക്ക് നല്ല റിസോർട്ടൊക്കെ പണിയണം, അതുപോലെ തന്നെ അതിനോടൊക്കെ ചേർന്നിട്ട് നല്ല അടിപൊളി ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ ഈ ഒരു 3D വെൽഡം മെഷ് കേട്ടോ. ഈ ഒരു സൈറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ പുഴയോട് ചേർന്നിട്ടാണ് വരുന്നത്. അപ്പൊ അതിന്റെ സൈഡിലൊക്കെ ഈ അടിപൊളിയായിട്ട് ഈ ഒരു വോളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് ഗാർഡൻ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റ് ആയിരിക്കും അല്ലേ. അപ്പൊ നമ്മുടെ ടാറ്റ വയറോന്റെ 3D വെൽഡ് മെഷീനെ കുറിച്ചിട്ട് അറിയാനും ഈ ഒരു വോൾ സെറ്റ് ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇനി നമുക്ക് ഓരോ ബെഡ്റൂംസ് ആയിട്ട് നോക്കല്ലേ. ആദ്യം നമ്മൾ ഇതാ ഈ ഒരു ബെഡ്റൂമിലോട്ടാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം വലിയൊരു സ്പേസിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ഡിസൈനിലാണ് ഇവിടെ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഇവിടെ നടുക്കായിട്ട് നമ്മുടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലൈവുഡിലാണ് കേട്ടോ ഇത് ഇവർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് നല്ല കുഷനൊക്കെ വരുന്ന ടൈപ്പാണ്. രണ്ട് ഭാഗത്തായിട്ടും സൈഡ് ടേബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ ബാക്ക് വോളിൽ കാണുന്ന ആ സിംഗിൾ വിൻഡോയിൽ റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻ കൊടുത്തിട്ടുള്ളത്. എങ്കിൽ ഇത് ഈ ഭാഗത്ത് വിൻഡോയിൽ ഇതുപോലെ ഫുൾ ആയിട്ട് ഡബിൾ കർട്ടൻ ആണ് കേട്ടോ വരുന്നത്. കളർ കോമ്പിനേഷൻ ഒക്കെ സെറ്റ് ആണ് കേട്ടോ. കോട്ടിന് നേരെ ഓപ്പോസിറ്റ് വോളിലായിട്ടാണ് വാർഡ്രോബിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. മൾട്ടി വുഡിലാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് വുഡ് തീമിലാണ് വരുന്നത്. ഇനിയിപ്പോ നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയക്കായിട്ടും ബാത്റൂമിനായിട്ടും ഈ ഒരു ഭാഗത്താണ് കേട്ടോ സ്പേസ് കൊടുത്തിട്ടുള്ളത്. അവിടെ ആയിട്ടും വാർഡ്രോബ് വരുന്നുണ്ട്. ഒപ്പം ഡ്രസ്സിംഗ് ഏരിയക്കായിട്ട് ഒരു ഫുൾ മിറർ കൊടുത്തിട്ടുണ്ട്. ബാത്റൂമും വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ബെഡ്റൂമിൽ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റും മറ്റു LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈനിങ് ഒക്കെ വരുന്നത്. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് ഇവിടുത്തെ കിഡ്സ് ബെഡ്റൂം ആണ് കേട്ടോ. ഒരു മിനിമൽ ആയിട്ടുള്ള സ്പേസിൽ അത്യാവശ്യം നല്ല ഭംഗിയിൽ ചെയ്തൊരു റൂം തന്നെയാണ്. ഇവിടെ നടുക്കായിട്ട് തന്നെ നമ്മുടെ കോട്ട് വരുന്നുണ്ട്. ഇവിടെ ഹെഡ് റെസ്റ്റിന്റെ ഭാഗമൊക്കെ നമ്മൾ മറ്റേ റൂമിൽ കണ്ടില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ. കുഷ്യൻ വരുന്നുണ്ട്. കളർ തീം ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. രണ്ട് ഭാഗത്തായിട്ട് സൈഡ് ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മുടെ വാർഡ്രോബിന്റെ സെറ്റിംഗ്സ്. അപ്പൊ ഇനി നമ്മൾ ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ആണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചൺ ഒക്കെ നോക്കാട്ടോ. നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂം പോലെ തന്നെ നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷനിൽ ഒത്തിരി ഭംഗിയായിട്ടാണ് ഇവിടെ ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കോട്ട അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒരു വശത്തായിട്ട് സൈഡ് ടേബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ കയറി വരുന്ന ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ഫുൾ വിൻഡോ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിലായിട്ട് ഡബിൾ കർട്ടൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഫാബ്രിക് ആണ് കേട്ടോ കർട്ടൻ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ ഈ വീട്ടിൽ കർട്ടൻ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം 1 ലക്ഷം രൂപയാണ്. സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഒരു സീലിംഗ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ എൻഡിലായിട്ട് ഒക്കെ പ്രൊഫൈൽ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. കൂടാതെ ഈ ഒരു സൈഡ് ടേബിളിന്റെ ഭാഗത്തായിട്ട് വലിയൊരു ഹാങ്ങിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ബെഡ്റൂമിലൊക്കെ കണ്ടില്ലേ, ആ ഒരു സെയിം കളർ തീമിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇവിടെ നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയക്കായിട്ട് ഇവിടെ ആയിട്ട് ഒരു ഫുൾ മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ റൂമിലായിട്ടും ബാത്റൂം വരുന്നുണ്ട്. അതൊന്ന് നോക്കാം. അപ്പൊ നമ്മളിതാ ഇനി നമ്മുടെ കിച്ചൺ ആണ് കേട്ടോ നോക്കാൻ വേണ്ടി പോകുന്നത്. ഏതൊരാളും ഇഷ്ടപ്പെടുന്ന തരത്തിൽ അതിമനോഹരമായിട്ട് നല്ലൊരു മോഡേൺ കിച്ചൺ കൺസെപ്റ്റിനാണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒറ്റ കിച്ചൺ ആയിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുൾ ബോഡി ടൈലാണ് കേട്ടോ കൗണ്ടർ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 ഹൈ ചെയേഴ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കിച്ചണിൽ സ്റ്റോർ റൂം ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. പകരം ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റോറേജ് ഏരിയ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തിന് മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. കൂടാതെ ഡിഷ് വാഷും വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചണിലോട്ട് കുറച്ച് സ്പേസ് കിട്ടുന്ന കാര്യത്തിൽ ഇവിടെ നമ്മുടെ ഈ ഒരു വാഷ് ഏരിയ കുറച്ച് പുറത്തോട്ട് തള്ളിയ രീതിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ അടുപ്പിനുള്ള സെറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. താഴെയായിട്ട് നമുക്ക് വിറക് വെക്കാനുള്ള സ്റ്റോറേജ് ഒക്കെ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിലും ഓപ്പൺ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കിച്ചണിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയായിട്ട് നല്ല ഷോ കിട്ടുന്ന തരത്തിൽ തന്നെയാണ് കേട്ടോ ഇവിടെ ഈ ഒരു ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ കിച്ചണിലോട്ട് കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഫ്രിഡ്ജിനായിട്ടുള്ള ആ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് L ഷേപ്പിലായിട്ടാണ് കേട്ടോ ഈ ഒരു റാക്ക് വരുന്നത്. കൗണ്ടർ ടോപ്പിലായിട്ടും ടൈലാണ് വിരിച്ചിട്ടുള്ളത്. മൾട്ടി വുഡിലാണ് ഈ ഒരു കബോർഡ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കിച്ചണിൽ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. ഈ ഒരു വൈറ്റ് വുഡ് അതുപോലെ തന്നെ ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഒക്കെ ഈ ഒരു കിച്ചണിന് വേറെ തന്നെ ഒരു ഭംഗി കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ റാക്കിന്റെ താഴെ മാത്രമല്ല കേട്ടോ സ്റ്റോറേജ് സ്പേസ്. ഇവിടെ ആയിട്ടും നല്ല ഭംഗിയായിട്ട് ഓപ്പൺ ആയിട്ടും അല്ലാതെ ഒക്കെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ തന്നെ പ്രൊഫൈൽ ആയിട്ടും പോകുന്നുണ്ട്. ഇവിടെ താഴത്തെ സ്റ്റോറേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓരോന്നിനും അതത് ക്യാബിൻസ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വർക്കൊക്കെ വരുന്നത്. നല്ല അടിപൊളിയായിട്ട് അത്യാവശ്യത്തിന് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റും കൂടാതെ ഹാങ്ങിങ് ലൈറ്റും ഒക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ കിച്ചണിലെ സീലിംഗിലായിട്ട് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് മുകളിലത്തെ വിശേഷങ്ങൾ നോക്കല്ലേ. അതിനായിട്ട് ആദ്യം നമ്മുടെ സ്റ്റെയർ നോക്കാം. നമ്മുടെ സ്റ്റെയർ മൊത്തത്തിൽ തേക്കിന്റെ വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഹാൻഡ് റെയിലോട്ട് വരുമ്പോൾ ടഫൻ ഗ്ലാസും ടോപ്പിലായിട്ട് വുഡും ആണ് വരുന്നത്. നമ്മുടെ സ്റ്റെയറിന്റെ താഴ്ഭാഗമില്ലേ ഓപ്പൺ ആയിട്ട് കിടക്കുന്നതിന് പകരം സ്റ്റോറേജിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്.
അപ്പൊ ഇനി വായോ നമുക്ക് മുകളിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മൾ മുകളിലോട്ട് കയറി വരുമ്പോൾ ഇവിടെ ഫസ്റ്റ് ലാൻഡിങ്ങിലായിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഈ ഒരു എൻട്രൻസിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പൊതുവേ താഴത്തെ ഫ്ലോറിലൊക്കെ ആയിട്ടാണ് അല്ലെ പ്രെയർ ഹോൾ കാണാറുള്ളത്, അതും ചെറിയൊരു റൂമൊക്കെ ആയിട്ടാണ് കാണാറുള്ളത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ ഈ ഒരു ഫസ്റ്റ് ലാൻഡിങ്ങിൽ അത്യാവശ്യം നല്ലൊരു സ്പേസിലാണ് ഈ ഒരു ഹോൾ ചെയ്തിട്ടുള്ളത്. വോളിലായിട്ട് നോക്കിയാൽ വെന്റിലേഷൻ ആയിട്ട് ഇതുപോലെ ഗ്ലാസ് വിൻഡോ കൊടുത്തിട്ടുണ്ടേ. ഇവിടെ ഈ ഒരു പ്രെയർ ഹോൾ അവസാനിക്കുന്നില്ല കേട്ടോ. അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു സ്റ്റഡി ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സ്റ്റഡി പർപ്പസിന് മാത്രമല്ല അയൺ പർപ്പസിനും യൂസ് ചെയ്യാവുന്ന രീതിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. താഴെ ആയിട്ടൊക്കെ ഷെൽഫ് വരുന്നുണ്ട്. താഴെ മാത്രമല്ല മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ ഷെൽഫൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ തന്നെ പ്രൊഫൈൽ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ആ ഒരു ഫാമിലി ലിവിങ്ങിന്റെ ആ ഒരു ഏരിയ ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബിൾ ഹൈറ്റിലാണ് വരുന്നതെന്ന്. ഇവിടെ ഈ ഒരു എൻഡിലായിട്ട് ഇതുപോലെ വുഡിന്റെ റെയിലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു റെയിലിംഗ്, അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ സ്റ്റഡി ഏരിയന്റെ ഭാഗത്ത് കണ്ടില്ലേ, അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു എൻഡിലായിട്ടും അതേപോലെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഡൈനിങ് ഏരിയന്റെ ഇല്ലേ ഈ ഒരു എൻഡിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ വുഡിലാണ് കേട്ടോ റെയിലിംഗ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിന്റെ സെയിം തേക്കിന്റെ വുഡിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു റെയിലിംഗ് ഒക്കെ വരുന്നത്. നമ്മൾ അങ്ങനെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് പാസേജ് ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് ഇവിടുത്തെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇനിയിപ്പോ ഇവിടെ നമ്മൾ പൊതുവേ കാണാത്ത ഒരു പ്രത്യേകത എന്തെന്നാൽ അത്യാവശ്യം വലിയൊരു ഹോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം നോക്കാട്ടോ. നമ്മൾ താഴെ കണ്ട 2 ബെഡ്റൂംസ് പോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂമിന്റെ ഡിസൈൻ വരുന്നത്. ഇവിടെ ആയിട്ട് നമ്മുടെ കോട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കുഷൻ കൊടുത്തിട്ടുള്ളത്. 2 ഭാഗത്തായിട്ടും സൈഡ് ടേബിൾസ് കാണാട്ടോ. ഇനി ഇവിടെ 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഫുൾ ആയിട്ടാണ് കർട്ടൻ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ വരുന്ന ഒരു കളർ ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു വോളാണ് നമ്മുടെ വാർഡ്രോബിന്റെ സെറ്റിംഗ്സ്. മൊത്തത്തിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയിൽ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. അപ്പൊ അതൊന്ന് നോക്കാം. ഇതിന്റെ ഡോറ് നോക്കുകയാണെങ്കിൽ അലുമിനിയം സ്ലൈഡിംഗ് ഡോർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പൊതുവേ അങ്ങനെ ഒരു വീട്ടിലും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ ഇതുപോലത്തെ ഒരു ഹോള്. മെയിൻ ആയിട്ട് നമ്മൾ മുകളിലായിട്ടും താഴെ ആയിട്ടും ഒക്കെ കോമൺ ആയിട്ട് ഒരു ഹോള് കാണാറുണ്ട്. അതിന് പകരം നമുക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വലിയൊരു ഹോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുറ്റുഭാഗത്തായിട്ടും ഇതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും കൊടുത്തിട്ടുണ്ട്. വെന്റിലേഷന് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതുപോലെ ചുറ്റുഭാഗത്തായിട്ടും അടിപൊളിയായിട്ട് വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ പൊതുവേ കാണുന്ന വിൻഡോസിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ തന്നെയാണ് കേട്ടോ ഈ ഒരു വിൻഡോസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ റൂഫിലായിട്ടും ഓടാണ് കേട്ടോ. അപ്പൊ ഉള്ളിലായിട്ട് ഇതുപോലെ റൂഫ് ടൈലും ഒരു ഹാങ്ങിങ് ലൈറ്റും ഒക്കെ വരുന്നുണ്ടേ. അപ്പോ ഇതിൽ നമ്മൾ പൊതുവേ കാണാത്തതിന് ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം ഈ ഒരു ഹോൾ തന്നെയാണ്. നമ്മൾ പൊതുവെ വീടുകളിൽ ഇത് കണ്ടിട്ടില്ല. അപ്പോ ഇത് ആരുടെ കൺസെപ്റ്റ് ആണ് ഇങ്ങനെ ചെയ്യണമെന്ന്? വീട്ടുകാരുടെ ഒരു ഇതിന് ചെയ്തതാണോ? ഇത് നോർമലി നമ്മളെല്ലാവരും ഓപ്പൺ ടെറസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, പൊതുവെ ചെയ്യാറുള്ളത്. നമ്മളൊന്ന് വിഭിന്നമായിട്ട് ഒരു സിറ്റിംഗ് ഏരിയ ആക്കിയിട്ട് ചെയ്തത്. ഒരു മീറ്റിംഗ് ഒക്കെ കൂടാന്നുള്ളതിൽ സൈഡൊക്കെ കവർ ചെയ്ത് നല്ല വെന്റിലേഷനുള്ള വിൻഡോ ഒക്കെ കൊടുത്തു. പിന്നെ ഒരു 20-25 ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഷോപ്പൊക്കെ ചെയ്ത് ഒരു അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു വീട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല ഭംഗിയായിട്ടാണ് അല്ലേ ഈ ഒരു കളർ കോമ്പിനേഷൻ ആയാലും ഡിസൈൻ ആയാലും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഫേഴ്സ് കൺസ്ട്രക്ഷനെ കുറിച്ച് അറിയാനും ഈ വീടിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. മറ്റൊരു വീഡിയോ കാണാം. ബൈ.